വീണ്ടും വചന ധ്യാനത്തിലേക്ക് സ്വാഗതം. കർത്താവിന് നന്ദി പറയുന്നു. ഇന്നത്തെ വചനം റോമ 13:14. അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും അറിയാം, ബൈബിൾ ക്രോഡീകരിച്ച് 2 വചനങ്ങളിൽ ഒതുക്കിയിരിക്കുന്നു. അതായത് നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ ആരാധിക്കുക. രണ്ടാമത്, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. അപ്പോൾ നമ്മൾ നന്മ പ്രവൃത്തികളൊക്കെ ചെയ്യുമ്പോൾ അത് അയൽക്കാരന് ഉപദ്രവം ഉണ്ടാക്കരുത്. അപ്പോൾ നമ്മളിപ്പോഴും പലപ്പോഴും ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഒത്തിരി നന്മ മരങ്ങളെക്കുറിച്ചൊക്കെ നമ്മൾ കാണാറുണ്ട്. ഇല്ലേ, ഒരു പാവപ്പെട്ടവൻ്റെ വീടിൻ്റെ മുമ്പിൽ നിന്ന് കുറേ പേര് ഞെളിഞ്ഞൊക്കെ നിൽക്കുന്നു, ഗ്രൂപ്പ് ഫോട്ടോ എടുക്കുന്നു. അപ്പോൾ നന്മയാണ് ചെയ്യുന്നത്, പക്ഷേ അതിലൊരു നിന്ന ഉൾക്കൊള്ളുന്നു. പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട്, നമ്മുടെ ഈ ബൈബിൾ കൺവെൻഷനുകൾ 2 കിലോമീറ്റർ അകലെ വരെ അതിൻ്റെ സൗണ്ട് സിസ്റ്റത്തിൽ നിന്ന് വരുന്ന സൗണ്ട് എത്തും. അപ്പം ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട്, ക്രിസ്തു അനുയായികളല്ലാത്ത, ഇതിനകത്ത് യാതൊരു ഇൻട്രസ്റ്റും ഇല്ലാത്ത അന്യമതസ്ഥരും എല്ലാം തിങ്ങിപ്പാർക്കുന്നില്ലേ ഈ 2 കിലോമീറ്റർ ചുറ്റളവിനുള്ളിൽ. അവരുടെയൊക്കെ എന്തുമാത്രം സഹിഷ്ണുതയുള്ളവരായിരിക്കണം അവർ. അപ്പോൾ ഈ നന്മ കർത്താവിനെ സ്തുതിക്കുന്നു, ബൈബിൾ പ്രഘോഷിക്കുന്നു, എല്ലാം നന്മയാണ്. അത് നിന്ദാപാത്രമാകരുത്. മറ്റുള്ളവരെ അത് നമ്മൾ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ദ്രോഹിക്കരുത്. അതുപോലെ കർത്താവ് നമ്മളോട് പറഞ്ഞിരിക്കുന്നു, നിനക്ക് എന്ത് വേണമെങ്കിലും ഭക്ഷിക്കാം, കാരണം നിന്റെ വായിലൂടെ അകത്തേക്ക് പോകുന്ന ഒന്നും നിന്നെ ദുഷിപ്പിക്കുകയില്ല. നിന്നെ ദുഷിപ്പിക്കുന്നത് നിന്റെ വായിൽ നിന്ന് പുറത്തോട്ട് വരുന്ന വാക്കുകളാണ്. അപ്പോൾ ഇത് ഒരു ക്രിസ്ത്യാനിക്ക് എന്തും കഴിക്കാം. ഇല്ല, അവന് ഞണ്ട് കഴിക്കാം, മീൻ കഴിക്കാം, പോർക്ക് കഴിക്കാം, ബീഫ് കഴിക്കാം, എല്ലാം ഓക്കെ ആസ് പെർ ബൈബിൾ. പക്ഷേ ഒരു പ്യുവർ വെജിറ്റേറിയൻ ആയിട്ടുള്ള ഒരാൾ നമ്മുടെ മേശയ്ക്ക് നമ്മുടെ എതിരിരിക്കുകയാണെങ്കിൽ, നമ്മൾ ബീഫ് കഴിക്കുകയാണെങ്കിൽ അവനത് വിഷമം ജനിപ്പിക്കുകയില്ലേ? എനിക്കൊരു പ്രാവശ്യം ഒരു അനുഭവം ഉണ്ടായതാണ്. അതായത് ഒരു ഒരു രാജ്യത്ത് പോയി അവിടെ ഉച്ചയ്ക്ക് ഊണ് കഴിക്കാനിരിക്കുകയാണ്. ഭക്ഷണമൊക്കെ കഴിക്കുന്നു. അപ്പോൾ അന്നാട്ടുകാരായ കുറേ ആളുകൾ എൻ്റെ കൂടെ കൂടി ഒരു മേശ ഷെയർ ചെയ്യുക. പെട്ടെന്ന് ഞാൻ പോയി കുറച്ച് പോർക്ക് എടുത്ത്, ബുഫയാണ്, അപ്പോൾ ഞാൻ പോയി പോർക്ക് എടുത്ത് കൊണ്ടുവന്നു. ഇവരെല്ലാവരും ആ ടേബിളിൽ നിന്ന് മാറി വേറെ ഒരു ടേബിളിലോട്ട് മാറിയിരുന്നു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ ചെയ്ത അറിവില്ലായ്മ, ഞാൻ ചെയ്ത മണ്ടത്തരം. അപ്പോൾ നിന്നെപ്പോലെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ നമ്മുടെ വിശ്വാസം അനുസരിച്ച് നമ്മൾ ചെയ്യുന്നത് കറക്റ്റായിരിക്കും, പക്ഷേ അത് വേറൊരുത്തന് അത് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. നമ്മൾ എവിടെ നോക്കിയാലും ഇതൊന്നും ഇപ്പോൾ ഇല്ല, മനസ്സിലായോ? ഞാൻ മാത്രം മതിയെന്ന സ്വാർത്ഥ മനോഭാവത്തിലാണ് ഈ ലോകം തന്നെ ഓടുന്നത്. ഞാൻ ഈ ലോകത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന മട്ടിലാണ് കേവലം 30,000 ദിവസം മാത്രം ജീവിക്കുന്ന മനുഷ്യർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
കർത്താവ് തന്നെ പറയുന്നു, ലോകം മുഴുവൻ നേടിയാലും നിന്റെ ആത്മാവ് നശിച്ചാൽ എന്ത് പ്രയോജനം? അതിന് പകരം നീ എന്ത് കൊടുക്കും? അപ്പോൾ ഈ ക്രിസ്തീയ ഒരു വശത്ത് നമ്മൾ പറയുന്നു ക്രിസ്തീയതയ്ക്ക് ഈ ലോകത്തിൽ വലിയ സ്ഥാനമില്ല. പക്ഷേ ഇന്നത്തെ ലോകത്ത് ഏറ്റവും സുന്ദരമായി ജീവിക്കണമെങ്കിൽ ക്രിസ്തുവിൻ്റെ വചനങ്ങളെ മുറുകെ പിടിച്ചാൽ ഈ ലോകത്തിലെ തിന്മകൾക്ക് നമ്മളെ തൊടാൻ സാധിക്കുകയില്ല. പക്ഷേ അത് നമുക്ക് വചനം വായിച്ച് തന്നെ ക്രിസ്തുവിന് ഇഷ്ടപ്പെട്ടും വചനം വായിച്ചും തന്നെ ദൈവം നമുക്ക് വെളിപ്പെടുത്തി തരണം. ഇപ്പം ഞാൻ പണ്ടേ പറയുമായിരുന്നല്ലോ, അതായത് ഒരു വിശ്വാസി പല സ്റ്റേജുകളിലൂടെ കടന്നു പോകും. ആദ്യം ക്രിസ്തുവുമായ ഒരു ഫോർമേഷൻ സ്റ്റേജ്, ക്രിസ്തുവിനെയൊക്കെ അറിയുന്നു, അതൊരു അലങ്കാരമായി നമ്മൾ കൊണ്ടു നടക്കുന്നു. പിന്നെ ഒരു സ്റ്റോമിങ് സ്റ്റേജ്, ക്രിസ്തുവാണോ യഥാർത്ഥ ദൈവം? അവിടെ ബുദ്ധനുണ്ട്, ഇസ്ലാമുണ്ട്, ഹിന്ദുയിസമുണ്ട്, ജൈനിസമുണ്ട്, എത്തിസ്റ്റുകളുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു സ്റ്റോമിങ് സ്റ്റേറ്റ്, ഏതാണ് ശരി, ഏതാണ് തെറ്റ്. സോ ഫോമിങ്, സ്റ്റോമിങ്, പിന്നെ നോമിങ്. കുറേശ്ശെ നമുക്ക് നമ്മുടെ ജീവിത അനുഭവങ്ങളിലൂടെ നമുക്ക് മനസ്സിലായി തുടങ്ങുന്നു, കർത്താവ് തന്നെയാണ് യഥാർത്ഥ ദൈവം. അത് നമുക്ക് വെളിപ്പെട്ട് കിട്ടിക്കഴിയുമ്പോൾ മാത്രമാണ് നമുക്ക് പെർഫോം ചെയ്യാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നമുക്ക് വചനാധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുവാൻ സാധിക്കുന്നത്. മറ്റുള്ളവയെല്ലാം വേസ്റ്റ്. കർത്താവിൽ നമ്മുടെ ജീവിതത്തിൻ്റെ നേതാവായി, നമ്മുടെ ജീവിതത്തിൻ്റെ നിയന്ത്രതാവായി കർത്താവിനെ നമ്മൾ തിരഞ്ഞെടുക്കുന്നു. ക്രിസ്തുവിൻ്റെ മാധുര്യം നമ്മൾ അനുഭവിക്കുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെയുള്ള നിന്നെപ്പോലെ തന്നെ നിൻ്റെ അയൽക്കാരനെയും സ്നേഹിക്കുക എന്നതിലൊക്കെ നമ്മൾ വലിയ സന്തോഷം കണ്ടെത്തുന്നു. നമ്മൾ ജീവിക്കുന്നത് ഈ അതിർത്തിക്കല്ല് മാറ്റുന്ന ലോകത്താണ്. ഇല്ലേ? മറ്റുള്ളവൻ്റെ ഉയർച്ച കാണുമ്പോൾ ദുഃഖിക്കുന്ന ലോകത്താണ്. അവനിട്ട് എങ്ങനെ പാരപണിയാണ്. അപ്പോൾ തന്നെ അതാണ് കർത്താവ് പറയുന്നത്, ലോകം മുഴുവൻ നീ മറ്റുള്ളവർ ചതിച്ചും വഞ്ചിച്ചുമൊക്കെ സ്വത്തൊക്കെ കൈവശപ്പെടുത്തിയാൽ നിന്റെ ആത്മാവ് നശിച്ചു പോയാൽ നീ എന്ത് ചെയ്യും? അപ്പോൾ നമുക്ക് നമ്മുടെ കുറേയും കൂടി തുറവിയുള്ളവരാകും. മറ്റുള്ളവർക്ക് നമുക്ക് മുൻഗണന കൊടുക്കാം. കാരണം നമ്മുടെ ചർച്ചിൽ തന്നെ ഇതൊന്നും ഇല്ല ഇപ്പോൾ. ഇല്ലേ? നമ്മൾ കണ്ടില്ലേ എത്ര വർഷങ്ങളായി ഗ്രൂപ്പ് തിരിഞ്ഞ് ഞാനാണ് ശരി, നീയാണ് ശരി, പൈതൃകവും പാരമ്പര്യവും ഒക്കെ പറഞ്ഞ് വിശ്വാസികളെ തമ്മിലടിപ്പിച്ച് അങ്ങനെയൊക്കെ ആയിപ്പോയി. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ കിടന്ന് യഥാർത്ഥ വിശ്വാസികൾ ഞെരുങ്ങേണ്ട ആവശ്യമൊന്നുമില്ല. വചനത്തിലേക്ക് തിരിയുക, വചനം മുറുകെ പിടിക്കുക. ക്രിസ്തു നമ്മളോട് സംസാരിക്കും. അപ്പോൾ ഇന്നത്തെ വചനം റോമ 13:14, അതിനാൽ നിങ്ങളുടെ നന്മ തിന്മയായി നിന്ദിക്കപ്പെടാതിരിക്കട്ടെ. എല്ലാവരും പറയുന്നത് അവർ ചെയ്യുന്നതാണ് ശരി. അവരൊക്കെ നന്മ മരങ്ങളാണ് എല്ലാവരും. പക്ഷേ പലപ്പോഴും അത് മറ്റുള്ളവർക്ക് തിന്മയായി തീരുന്നു. അപ്പോൾ ഈ ഒരു ചിന്ത നമ്മളിൽ ഉടലെടുത്താൽ നമ്മൾക്ക് കുറച്ചും കൂടി ഒരു ഒരു വിശാലതയുള്ള, ഒരു വിശാല മനസ്കരായി, അങ്ങനെയുള്ള ഒരു ഗ്ലോബൽ സിറ്റിസൺസായി എല്ലാവരെയൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് മനോഹരമായി നമുക്ക് കുടുംബത്തിലും നാട്ടിലും ഈ ലോകത്തിലുമൊക്കെ ജീവിക്കുവാൻ സാധിക്കും. ഇതിനുള്ള അനുഗ്രഹം കർത്താവ് നമുക്ക് നൽകട്ടെ. നമ്മുടെ ഓരോ വാക്കും ഓരോ പ്രവൃത്തിയും
മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നതാകട്ടെ ഒരിക്കലും അവരെ വേദനിപ്പിക്കുന്നതാകാതിരിക്കട്ടെ. ഇതിനുള്ള ജ്ഞാനം കർത്താവ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമേൻ.